നായകനാവുന്ന ചിത്രത്തിൽ മുംബൈയിൽ നിന്നെത്തുന്ന പുതുമുഖ താരം നേഹ ചൗളയും രാജസ്ഥാൻ സ്വദേശിനി സാക്ഷി ബരാലയും നായികമാരാവുന്നു. അതോടൊപ്പം പ്രിയതാരങ്ങളായ ജോയ് മാത്യു, സിന്ധു വർമ്മ എന്നിവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും അരൂപിയുടെ ഓഡിയോ ആൻഡ് ട്രെയിൽ ലോഞ്ചിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആദ്യം തന്നെ സംവിധായകനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ആരംഭിക്കാം. ഒരു സിനിമയുടെ പിന്നിൽ ഒരാളുടെ സ്വപ്നവും വർഷങ്ങളായിട്ടുള്ള അനുഭവവും കഠിനാധ്വാനവും ഉണ്ടാകും. 2003 സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന പ്രശസ്ത സംവിധായകൻ ടി.വി. ചന്ദ്രന്റെ പാഠം 1 ഒരു വിലാപം എന്ന ചിത്രത്തിലൂടെ തന്റെ സിനിമാ യാത്ര ആരംഭിച്ച വ്യക്തിയാണ് നമ്മുടെ സംവിധായകൻ. തുടർന്ന് ദീപൻ ശിവകുമാർ, എം പത്മകുമാർ സർ, മേജർ രവി തുടങ്ങി നിരവധി പ്രമുഖ സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമല്ല, കഴിവുറ്റ ഒരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. ദേശീയ തലത്തിൽ ജേർണലിസത്തിലും പ്രവർത്തിച്ച അദ്ദേഹം 1.5 വർഷത്തോളം നാഷണൽ ജോഗ്രഫിക്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മനോരമ, മെട്രോ വാർത്ത തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ തന്റെ ജേർണലിസത്തിലുള്ള സാന്നിധ്യവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരൂപിയുടെ കഥ, തിരക്കഥ, സംഭാഷണം കൂടാതെ തന്നെ സിനിമയുടെ ഒരു ആത്മാവ് തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയതാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുമ്പോൾ പ്രത്യേകം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു പ്രത്യേക സ്വാഗതവും നന്ദി ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. മെട്രോ വാർത്തയിലൂടെ, മനോരമയിലൂടെയൊക്കെ അദ്ദേഹം കടന്നു വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി സമയം കളണ്ട, ഏറ്റവും നിറഞ്ഞ കൈഡിയോടുകൂടി അരൂപിയുടെ സംവിധായകൻ ശ്രീ അഭിലാഷ് വൈദ്യനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശരി. നമസ്കാരം, ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല. കാരണം പുള്ളിയാണ് നമുക്ക് വേണ്ട എല്ലാം സപ്പോർട്ട് ചെയ്തത്. പ്രദീപ് സാറിന് ഞാനിപ്പോൾ വളരെ എന്താ പറയുക, എൻ്റെ ദൈവം പോലെ ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് അരൂപി എന്ന പടം ഇവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വിനീതമായ ഭാഷയിൽ പ്രതികരണോട് നന്ദി, പിന്നെ മഞ്ജു ചേച്ചിയോടും. പിന്നെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പ്രമുഖ വ്യക്തികളെല്ലാവരും നിങ്ങൾക്ക് അറിയാം. ഞാൻ പ്രത്യേകിച്ച് എല്ലാവരും അനൗൺസ്മെൻറ്റ് ചെയ്യണ്ട. എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള മരിച്ചുപോയ ദീപൻ സാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി വരുന്നു പറഞ്ഞിരുന്നു, പക്ഷേ അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ പത്മകുമാർ സാറാണ്. പുള്ളിയുടെ വൈഫ് കൂടെ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സിന്ധുരചേട്ടൻ, അതുപോലെ തന്നെ AK സാർ വന്നിട്ടില്ല. പിന്നെ എല്ലാമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തമായ ഒരു ഗൈഡൻസ് തന്നത് നമ്മുടെ സെഞ്ച്വറി പിക്ചേഴ്സിനുള്ളതായ കൊച്ചുമൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുള്ളിയുടെ മാനേജറും കൂടെ വന്നിട്ടുണ്ട്. നമസ്കാരം. പിന്നെ നമ്മുടെ പത്മകുമാർ സാറിനെയും വൈഫിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതിവേട്ടം, പ്ലീസ് കം ദ സ്റ്റേജ്. സിന്ധുരേട്ടൻ, പ്ലീസ്. പിന്നെ നമ്മുടെ എല്ലാമായ പ്രതിവേട്ടൻ്റെ അമ്മയെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പിന്നെ അഞ്ജലി, പ്ലീസ് കം. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു ഭാഗമായ സിന്ധു വർമ്മ, പ്ലീസ് കം. അപ്പം എല്ലാവരെയും ഞാൻ വിളിക്കുന്നില്ല, നമുക്കിവിടെ കുറച്ച് സ്ഥലങ്ങൾ കുറവായതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ വൈശാഖ്, സ്നേഹ, സാക്ഷി, പ്ലീസ് കം ദ സ്റ്റേജ്. വൈഷ്ണവി, സൈൻകുമാർ, പ്ലീസ് കം ദ സ്റ്റേജ്. അപ്പോൾ എല്ലാവരും എത്തി.
നമുക്ക് ആശീർവാദത്തോടെ, എല്ലാവരുടെയും ആശീർവാദത്തോടെ നമുക്ക് ദീപം തെളിയിക്കാം. എല്ലാവരും അനുഗ്രഹിക്കുക പ്ലീസ്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമുക്ക് ഔപചാരികമായിട്ട് രൂപയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ചിന്റെ ഈ ഒരു ഫംഗ്ഷന്റെ ഉദ്ഘാടനത്തിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം പുനർത്തം പ്രൊഡക്ഷൻസിന്റെ യാത്ര കൂടി ചിത്രത്തിലൂടെ ആരംഭിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുനർത്തം പ്രൊഡക്ഷൻസിന്റെ കൂടെ ലോഞ്ചിനാണ് നമ്മൾ ഇവിടെ സാക്ഷികളാവുന്നത്. രൂപയിൽ മനോഹരമായ ചിത്രം ഒരുക്കുന്നത് പുനർത്തം പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്. അപ്പോൾ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇരു ചടങ്ങിന് തുടക്കമിടുന്നതിന് വേണ്ടി വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചോളൂ. നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തിയോടെ എത്തിയിട്ടുണ്ട്. മിസ്റ്റർ സ്റ്റീഫൻ സർ, പ്ലീസ് കം ടു സ്റ്റേജ്. വരൂ. വളരെ തിരക്കിൽ നിന്നാണ് പുള്ളിയോടെ എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരാളെ വിട്ടുപോയിട്ടുണ്ട്, വിവേക്. പ്ലീസ് കം വിവേക്. ബിനീഷ് പ്ലീസ് കം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്നു. ആദ്യ തിരി തെളിക്കുന്നതിന് വേണ്ടി അമ്മയെ ക്ഷണിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ അമ്മമാരുടെ അനുഗ്രഹമാണല്ലോ ഏറ്റവും വേണ്ടത് ഒരു തുടക്കത്തിലൊക്കെ. നമ്മുടെ ആദരണീയനായ പ്രൊഡ്യൂസർ ശ്രീ പ്രദീപ് സാറിന്റെ അമ്മയാണ് ആദ്യ തിരി തെളിയിക്കുന്നത്. ഓരോ തിരി തെളിയിക്കുമ്പോൾ നല്ലൊരു ക്ലാപ്പ് തന്നുകൊണ്ടൊരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളിവിടെ സാക്ഷിയാവുന്നത് അരൂപിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷന്റെ ഇനോഗ്രേഷൻ മാത്രമല്ല, പുനർത്തം പ്രൊഡക്ഷൻസ് മലയാള സിനിമാ രംഗത്തേക്ക് ഈ സിനിമയിലൂടെ കടന്നെത്തുകയാണ്. ഇതിന്റെ ലോഞ്ച് കൂടിയാണ്. അടുത്തതായി നേഹ സാക്ഷി സിന്ധു. പുള്ളിക്കാരി ഹിന്ദിക്കാരിയാണ്, നമ്മുടെ ഒരു കാര്യം അറിയില്ല. along with Neha and Sakshi lighting them. We have two heroines in the movie, Neha Chawla and Sakshi. അടുത്ത തിരിതെളിക്കുന്നതിന് വേണ്ടി പാസ്നയും മഞ്ജുലയും ക്ഷണിക്കുന്നു. പാസ്ന ഓൾസോ പ്ലീസ്. ഇനി ലാസ്റ്റ് തിരിതെളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയ സംവിധായകനെ സ്വാഗതം ചെയ്യുന്നു. Thank you. But that the function is inaugurated. Thank you very much, our distinguished guests. എല്ലാവർക്കും നന്ദി. എല്ലാവരും ഈ സീറ്റിലേക്ക് കടന്നിരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് അരൂപിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ഒപ്പം
പുണർത്തം പ്രൊഡക്ഷൻസിന്റെ ഔപചാരികമായിട്ടുള്ള സിനിമാ രംഗത്തെ ഒരു യാത്ര കൂടിയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ സാക്ഷികളായിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. പുണർത്തം പ്രൊഡക്ഷൻസിന്റെ ലോഗോ റിവീലിലേക്ക്, ലോഗോ ലോഞ്ചിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിലേക്കായി വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയ്ക്ക് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സെഞ്ചുറി പിക്ചേഴ്സിന്റെ സാരഥി കൊച്ചുമോൻ സാറിനെ നിറഞ്ഞ കൈയോടുകൂടി പുണർത്തം പ്രൊഡക്ഷൻസിന്റെ ലോഗോ ലോഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കുന്നു. അദ്ദേഹം 2 വാക്ക് സർ ലോഞ്ചിലേക്ക് എടുക്കുന്നതിന് മുമ്പ് 2 വാക്ക് സംസാരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഗുഡ് ഈവനിങ് എവരിബഡി. ഈ പുണർത്തം പ്രൊഡക്ഷൻസിൻ്റെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ് ഈ കമ്പനിക്ക്. കൂടെ അവർ ഇൻഡസ്ട്രിയിൽ വരികയാണ്. നല്ല നല്ല പടങ്ങൾ എടുക്കാനും വിജയിപ്പിക്കാനും അവർ കഴിയട്ടെ. ഞാൻ ഒരു 4-5 മാസം മുമ്പാണ് പ്രദീപുമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സിനിമയിലുള്ള പാഷനാണ് അങ്ങേർക്കുള്ളത്. കൊച്ചുനാൾ മുതലേ ആ പാഷൻ മനസ്സിൽ വെച്ച് നടന്നിട്ടാണ് ഈ ഒരു പടം എടുക്കാൻ അങ്ങേര് തീരുമാനിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഇതിന് ഈ പ്രൊജക്റ്റിനും ഈ സിനിമയ്ക്കും കിട്ടിയത് തന്നെ വലിയൊരു കാര്യമുള്ള കാര്യം തന്നെയാണ്. എല്ലാവിധ ആശംസകളും ഞാൻ പ്രദീപിന് അർപ്പിക്കുകയാണ്. കൂടാതെ അഭിലാഷിനെ ഞാൻ ഈയിടെ മദ്രാസിൽ ഒരു സ്ഥലത്ത് വെച്ച് കാണാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടു വന്നു, എന്നോട് പറഞ്ഞ് ഞാൻ ഈ പടത്തിൻ്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഇവിടെ വന്നതാണ്. അതിൻ്റെ ആൾക്കാരെ മീറ്റ് ചെയ്യാനും ഈ പടം തമിഴിൽ ഡബ് ചെയ്യാനും ഇവിടെ വന്നിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ഹാർഡ് വർക്കിംഗ് ഈ പ്രൊജക്റ്റിന് ഫുള്ളി ഇൻവോൾവ് ആയിട്ടാണ് ഈ പടം തീർത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം സാധാരണ ഡയറക്ടർമാരൊന്നും ഈ ഡിസ്ട്രിബ്യൂട്ടറെ തപ്പിയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒന്നും പോകാറില്ല. പ്രൊഡ്യൂസറുടെ ജോലിയാണ്. പക്ഷെ അദ്ദേഹം അവിടെ വന്ന് നിന്ന് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറെ കണ്ട്, ഇത് തമിഴ്നാട്ടിലും റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു സൈമൾട്ടേനിയസ് ആയി. അപ്പോൾ അതിനോടുള്ള ഒരു പാഷനും ഈ പ്രൊജക്റ്റിനോടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എല്ലാം കൂടെ ചേരുമ്പോൾ, അഭിലാഷും പ്രദീപും ചേരുമ്പോൾ ഈ പടം വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് നന്ദി സർ. ദൈവമായ ആശംസകൾക്ക് നന്ദി. അപ്പൊ നമുക്കിനി പുണർത്തം പ്രൊഡക്ഷൻസിന്റെ ലോഗോ ലോഞ്ചിലേക്ക് കിടക്കാം. അപ്പൊ അത് റിമോട്ട് പ്രസ് ചെയ്തുകൊണ്ട് നിർവഹിക്കണമെന്ന് കൊച്ചുമോൻ സാറിനെ ക്ഷണിക്കുന്നു. നല്ലൊരു ഐഡിയ വേണം കേട്ടോ ലോഞ്ച് ചെയ്യുമ്പോൾ. മലയാള സിനിമയ്ക്ക് ഒരുപാട് സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ടീം പുണർത്തം പ്രൊഡക്ഷൻസ്. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും കാത്തിരുന്ന രൂപയുടെ ഓഡിയോ ലോഞ്ചിലേക്ക്, CD അൺവീലിംഗിലേക്കൊക്കെ നമ്മൾ കിടക്കുകയാണ്. ഇപ്പൊ എല്ലാ സിനിമകളിലും ഗാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ പ്രത്യേകിച്ചൊരു ഹൊറർ സിനിമയ്ക്ക്, ഹൊററിന്റെ ഒരു ഇന്റൻസിറ്റി കൂട്ടാനും അതുപോലെ ആ ഒരു സസ്പെൻസിന്റെ മിസ്റ്ററി മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കോപിസ്വരാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഹരിശങ്കരൊക്കെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിത്രത്തിന്റെ CD അൺവീലിംഗിലേക്ക്, ഓഡിയോ ലോഞ്ചിലേക്ക് കടക്കാം. അതിലേക്കായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിദ്ധുരാജ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ അഞ്ജലിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Kalyani, please come. Sindhu Varma, please.
തീർച്ചയായും ഒരു സിനിമയുടെ ഇമോഷൻ പ്രേക്ഷകരിലേക്ക് ഏറ്റവും ആഴത്തിൽ എത്തിക്കുന്നത് തീർച്ചയായും അതിന്റെ സംഗീതവും സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് അരൂപിയുടെ ഓഡിയോ ലോഞ്ച് ഒരു CD ചെയ്തുകൊണ്ട് നമ്മളത് Shiva, sir, please come. നമ്മുടെ വിശിഷ്ടാതികൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു CD അൺവെയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഓഡിയോ ലോഞ്ച് അരൂപിയുടെ ഓഡിയോ ലോഞ്ച് നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. So ladies and gentlemen, now the much awaited moment of the evening, the audio launch of അരൂപി. ഗോപിസുന്ദറിന്റെ സംഗീതത്തിൽ ഒരുക്കിയ അരൂപിയിലെ മനോഹര ഗാനങ്ങളുടെ ഒരു CD റിവീലാണ്. So here we have the audio launch of Arupi. Unanda Productions Cinemanaril, Pradeep Abdulmichar, Arupiyude audio. 1, 2, 3 മ്യൂസിക്കിന്റെ ശരത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഈ സമയം വിളിക്കുന്നു, രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി. ശരത് പ്ലീസ് കം. സ്റ്റേജിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു. സാർ രണ്ടു വാക്ക് സംസാരിക്കും. സത്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ വൈശാഖാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. വൈശാഖായിട്ട് വളരെ അടുത്ത സുഹൃത്താണ്. മാത്രമല്ല അവരുടെ കുടുംബമായിട്ടും വൈശാഖിൻ്റെ അമ്മ എൻ്റെ സ്റ്റുഡൻ്റാണ്. വൈശാഖിൻ്റെ സിസ്റ്റർ എൻ്റെ മരുമകളുടെ ടീച്ചറാണ്, ഡാൻസ് ടീച്ചർ. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു കുടുംബ കാര്യമായിട്ട് എനിക്കിവിടെ തോന്നുന്നത്. എന്തായാലും എനിക്ക് വൈശാഖ് കുറച്ച് ഹിൻ്റെല്ലാം തന്നിരുന്നു ഈ സിനിമയെ പറ്റി. അപ്പം തന്നെ എനിക്ക് തോന്നിയത് ഒരു വ്യത്യസ്തമായ സിനിമയാണ്. പാട്ടുകളും സിനിമയുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യത്യസ്തതയുണ്ട്, എന്ന പുതുമയുണ്ട്. ഇത് ഉറപ്പായിട്ടും വിജയിക്കും. ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആലോചിച്ച ഞങ്ങൾ പണ്ട് ചെയ്ത ഒരു സിനിമയുണ്ട് ഇതുപോലെ ഹൊറർ പ്ലസ് കോമഡി, ആകാശഗംഗ. ഭയങ്കര വിജയമായിരുന്നു. അതിനേക്കാളൊക്കെ വിജയമായിട്ട് ഇത് മാറും എന്ന് നല്ല ഉറപ്പുണ്ട്. പ്രത്യേകിച്ചും ഡയറക്ടർ പറഞ്ഞ പോലെ എന്ത് ഒരു സിനിമ ഇവിടം വരെ എത്തണമെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ വിചാരിക്കാതെ നടക്കില്ല. അതൊരു ഭ്രാന്തെന്ന് പറയണ്ട. അങ്ങനെയുള്ള കുറെ ഭ്രാന്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല സിനിമാ പ്രേമികൾക്ക് സിനിമ കാണാനും പറ്റുള്ളൂ. നമ്മുടെ സംസ്കാരം വളരുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഇദ്ദേഹത്തിന്, പ്രദീപ് രാജിന് ഒരുപാട് ഇനിയും വ്യത്യസ്തങ്ങളായ സിനിമകൾ ഉണ്ടാക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അഭിലാഷ് വാര്യർ വളരെ ഗംഭീര കലാകാരനാണ്, എനിക്കറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാ കാര്യങ്ങളും മികച്ചതാവും ആണ്. അപ്പം എല്ലാം കൊണ്ടും ഇതിൻ്റെ അണിയർ പ്രവർത്തകരും എല്ലാവരും വളരെ മികച്ചതാണ്. ഗംഭീരമായ ഒരു സിനിമയാകുമെന്ന് നല്ല ഉറപ്പുണ്ട്. നിങ്ങളത് കൈനീട്ടി സ്വീകരിക്കുക, തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രിയ നിർമ്മാതാവ് ശ്രീ ലിസ്റ്റൻ സ്റ്റീഫൻ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. അത് വളരെ വേണ്ടപ്പെട്ട തിരക്കിടയിൽ വന്നതാണ് നമുക്ക് വേണ്ടിയിട്ട്. രണ്ട് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ നിർമ്മാതാവ് പ്രദീപ് ആദ്യമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. സീ ഫുഡ് എക്സ്പോർട്ട് ബിസിനസ്സാണ്. അതിൽ നിന്നുണ്ടാക്കിയ കുറച്ച് പൈസ മലയാള സിനിമയിലേക്ക് ഇമ്പോർട്ട് ചെയ്തേക്കാന്നുള്ളത് പുള്ളി കരുതിയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പാഷനാണ് ആക്ച്വലി. കാരണം വളരെയധികം പാഷൻ ഉണ്ടെങ്കിലാണ് ഈ സിനിമയിൽ കുറേ നാളുകൾ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ആദ്യം സിനിമയിൽ വന്നപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ. അപ്പോൾ അതുകൊണ്ടിട്ട് സിനിമകളിങ്ങനെ വന്നുകൊണ്ടിട്ടേ ഇരിക്കും. നല്ലതും മോശമായിട്ടുള്ള സിനിമകളെല്ലാം ഇങ്ങനെ വരും. അപ്പോൾ നമുക്കൊരു വലിയ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ
ഞാൻ നിർമ്മാണ സംഘടനയിലെ ഒരു സെക്രട്ടറിയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. പിന്നെ എൻ്റെ പുതിയ ഡയറക്ടർ അഭിലാഷ് ഏത് സിനിമ എടുക്കുമ്പോഴും എൻ്റെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന എൻ്റെ ഡയറക്ടർ ആണ്. അപ്പം അഭിലാഷിനും എല്ലാവിധ ആശംസകളും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി, നമസ്കാരം. സ്റ്റാർലൈറ്റ് എന്റർടൈൻമെന്റ് കൂടി സിനിമാ രംഗത്തേക്ക് സിനിമയിലൂടെ കടന്നെത്തുകയാണ്. സ്റ്റാർലൈറ്റ് എന്റർടൈൻമെന്റ് നേതൃത്വം നൽകുന്നത് മറ്റാരുമല്ല, നമ്മുടെ ചിത്രത്തിന്റെ സംവിധായകനായ ശ്രീ അഭിലാഷ് വാര്യർ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിനൊരു കൈ കൊടുക്കുന്നുണ്ട്. അദ്ദേഹവും ഒരു പ്രൊഡക്ഷൻ രംഗത്തേക്ക്, ലൈവ് പ്രൊഡക്ഷൻ രംഗത്തേക്ക് എത്തുകയാണ്. അപ്പൊ അതിന്റെ ലോഞ്ച് ആണ് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. സെന്ററിലോട്ട് വന്നോളൂ. പ്രിയപ്പെട്ടവരെ, ലോഞ്ച് നിർവഹിക്കുന്ന വേണ്ടി അദ്ദേഹത്തിന്റെ ഗുരു കൂടിയായ ശ്രീ എം പത്മകുമാർ സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ശ്രീ വിപിൻ ദാസ് അവരുടെയും വേദിയിലേക്ക് ക്ഷണിച്ചു. വിപിൻ, പ്ലീസ് പ്ലീസ് കം. വിപിൻ. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ പപ്പേടൻ. എനിക്ക് എൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന ദീപൻ സാർ എന്നില്ല. പുള്ളിക്ക് പകരം പുള്ളിയുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ പുള്ളിനെ കാണുന്നത്. പിന്നെ വിപിനൊക്കെ ഞാൻ പണ്ട് GC അവിടെയുള്ള സമയത്തുള്ള പരിചയമാണ്. അപ്പോൾ ഈ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഈ ചെറിയ സംരംഭം കൂടി അവർ താങ്ക് യു. Please, on. Starlight Entertainment. Starlight Entertainment ലോഗോ റിവീൽ കൂടിയാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരേ മനസ്സോടെ വർക്ക് ചെയ്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിൽ. ഞാൻ 3-4 ദിവസം ഞാൻ ഇതിൽ ഷൂട്ടിലുണ്ടായിരുന്നു ലൊക്കേഷനിൽ. പക്ഷെ എനിക്ക് മനസ്സിലായത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ഓരോരുത്തരും. ഡയറക്ടറുടെ പണി മാത്രമല്ല ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. മറ്റുള്ള സെറ്റിൽ കാണുന്നതിനേക്കാളും ഒരു വ്യത്യസ്തം ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അതുകൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അരൂപിക്ക് ഉണ്ടാവണം. പിന്നെ I would like to extend my sincere thanks to Abhilash and Pradeep sir also. Thank you so much. God bless you all. Thank you so much. അടുത്തതായി നമ്മുടെ സിനിമയിലെ പ്രധാന വേഷങ്ങൾ ചെയ്ത രണ്ടുപേരിൽ ഒരാളെ ഞാൻ വിളിക്കുന്നു. ഒരാൾക്ക് സുഖമില്ലാത്ത കിടപ്പിലാണ്. പ്ലീസ് വിളിച്ചേട്ടാ, പ്ലീസ് കം. നമസ്കാരം. കണ്ണൻ സാഗറും ഞാനും ചേർന്നിട്ട് ഇതിൻ്റെ കുറച്ച് കോമഡി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. വലിയൊരു സംസാരത്തിലൊന്നും കിടക്കുന്നില്ല. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഞാൻ ഉണ്ടാക്കിയ ഒരു കുഞ്ഞു പാട്ട് ഞാൻ പാടുകയാണ്. കളിയുണ്ട്, ചിരിയുണ്ട്, അറിയാ കഥയുണ്ട്, കളിയാക്കി പറയല്ല കാര്യം പലതുണ്ട്, 1.5 വിട്ട വട്ടം തിരിയണ മുട്ട കഥയുണ്ട്. ഒന്ന് മുളയില്ല, വളയില്ല, മുല്ലക്കഥയല്ല, നാട്ടാരുടെ തങ്കി കുത്തണ കഥയല്ല, പലതിരി പൊട്ടി ചിരി പറ പൊട്ടി കടലിലെ കാണാം. കളിയുണ്ട്, ചിരിയുണ്ട്, കളിയുണ്ട്, ചിരിയുണ്ട്, അറിയാ കഥയുണ്ട്, കളിയാക്കി പറയല്ല കാര്യം പലതുണ്ട്, 1.5 വിട്ട വട്ടം തിരിയണ മുട്ട കഥയുണ്ട്. എൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പം അരൂപിയുടെ ഷൂട്ടിംഗ് രാത്രി 2 മണി തൊട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണി വരെയൊക്കെയാണ്. അപ്പൊ ലേറ്റ് നൈറ്റ് ഷൂട്ടിംഗ് അത് പാലക്കാട്ടിലെ കക്കാട്ട് എന്ന് പറയുന്ന മനയിൽ വെച്ചാണ് അല്ലേ. അപ്പൊ അവിടുത്തെ പല ഭാഗങ്ങൾ ഇപ്പോഴും ആർക്കും അങ്ങനെ പ്രവേശനമുള്ള സ്ഥലമാണ്. കുറച്ച് ഹൊറർ എക്സ്പീരിയൻസ് ഒക്കെ നേരിട്ട് അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊന്നും എനിക്കിന്ന് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യം മുതൽ ഒന്ന് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി ഞങ്ങളുടെ ഷെഡ്യൂൾ വന്നിട്ട് പകല് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 2 മണി വരെ ആയിരുന്നു ഇതിൻ്റെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്. 22 ദിവസമാണ് ഞങ്ങൾ ആ ഒരു ഷെഡ്യൂളിൽ പോയിരുന്നത്. ഞങ്ങളുടെ ക്രൂസിന് എല്ലാവർക്കും അറിയാം, രാത്രിയിൽ ആ മനയിൽ ഒരാൾക്കും ഷൂട്ടിംഗ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്ന് അവരോട് സ്പെഷ്യൽ റിക്വസ്റ്റ് ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടിയത്. അത് രാത്രി അവിടെ ഷൂട്ട് ചെയ്ത സിനിമകളെല്ലാം
രാത്രി ഒരു 10 മണി കഴിഞ്ഞ് അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും പേടിച്ചിട്ട് തന്നെയായിരുന്നു അവിടെ നിന്നത്. അവിടുത്തെ ഷൂട്ടിംഗ് തന്നെ വേണമെങ്കിൽ ഒരു സിനിമയാക്കാൻ പറ്റും. അതുപോലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ആ മനയിൽ നിന്ന് കിട്ടിയത്. ആ മനയുടെ വിശ്വസതയ്ക്ക് വരുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം അത് ഞങ്ങൾക്ക് ഹോണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും നിങ്ങൾ സിനിമ നേരിട്ട് തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. എന്താണ് ഫസ്റ്റ് ഒരു ഹൊറർ മൂവി തന്നെ ഫസ്റ്റ് മൂവിയിൽ ഹൊറർ? ആക്ച്വലി ഹൊറർ സബ്ജക്റ്റ് അല്ല. എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആൾക്കാരുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആക്ഷൻ സ്റ്റൈലാണ്. പക്ഷെ ഒരു വ്യത്യസ്തമായ രീതിയിലൊരു സ്റ്റോറി വന്നത് കൊണ്ടാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു സ്റ്റോറി വന്ന് അങ്ങനെ അതിനെ ബേസ് ചെയ്ത് പ്രദീപ് സാറുമായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ആ ഒരു ഇത് ചെയ്തത്. അത് നമ്മുടെ വൈശാഖും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും നമ്മളൊരു കറക്റ്റ് വേർഡിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. താങ്ക് യു. അഭിലാഷ് പിള്ള, പ്ലീസ് കം, പ്ലീസ് പ്ലീസ്. ലേറ്റ് ഇരിക്കും, കയറി. നമ്മുടെ നമുക്ക് അരൂപി ടീമിന്റെ ഒരു പിക്ചർ വരാം അല്ലേ? അതെ അതെ അതെ. എന്ത് പറയണമെന്നറിയില്ല, കാരണം ഇതൊരു ഡ്രീം കം ട്രൂ ആണ് ആക്ച്വലി ലൈഫിൽ. ഇറ്റ്സ് ബീൻ എ പാഷൻ ഫോർ ലോങ് ഇയേഴ്സ്. കുറേ വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു അവസരം കിട്ടിയതാണ്. എനിക്കതിന് നന്ദി പറയാനുള്ളത് പ്രതിഭേട്ട ഞങ്ങളെ വിശ്വസിച്ചതിന്, ഇത്രയധികം പുതുമുഖങ്ങളെ വെച്ച് ഈ സിനിമ ചെയ്യാൻ തയ്യാറായ അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിന് പ്രതിഭേട്ട താങ്ക് യു. അഭിലാഷിനെ പറ്റി പറയണമെങ്കിൽ ഒരുപാടുണ്ട് ആക്ച്വലി. ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് വീണ്ടും ഒരു ഇൻട്രാക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ആക്ച്വലി ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ഒരുപാട് കൺസ്ട്രൈൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ സമയത്തെ വെതറിൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. ഈ പറഞ്ഞ പോലെ രാത്രിയിലത്തെ ഷൂട്ടിങ്, ചിലതൊക്കെ സീക്വൻസസ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചതിൽ നിന്ന് മാറ്റി വളരെ കൺസ്ട്രൈൻഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് എടുക്കേണ്ട വന്ന സ്പെഷ്യൽ കെയർ ഒക്കെ ആക്ച്വലി വെൽ. വിശാഖ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സപ്പോർട്ട്. താങ്ക്സ് ടു ദ ഹോൾ ടീം. അമൻ എനിക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തതെന്ന് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ആ ചെറിയ സ്പേസിൽ ഒരു ഫൈറ്റ് എടുക്കേണ്ടി വന്നപ്പോൾ എങ്ങനെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. സോ ആള് താങ്ക്സ് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. എല്ലാവർക്കും കൂടെ ഇതിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ താങ്ക് യു പ്രതിഭേട്ട. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. കുറച്ച് ദിവസം ആശുപത്രിവാസം കണ്ട് നേരെ ഒരു പ്രോഗ്രാം വരുന്ന ഇവിടെയാണ്. കാരണം വൈശാഖ് കുറേ നാളായിട്ടുള്ള ബന്ധമാണ് ഇതിനൊരു ടീമായിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കൊക്കെ എന്നെ വൈശാഖ് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്യാച്ചായിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് ഹൊറർ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരനായതുകൊണ്ടാവാം ഈ സിനിമയിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നി. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമാവട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വിജയ് ദേവരകൊണ്ടെ ഗസ്റ്റായിട്ട് വിളിച്ചു എന്ന് ഞാൻ കരുതി നിൽക്കുന്നുണ്ടപ്പോൾ. പിന്നെയാണ് അടുത്തോട്ട് ഇവൻ തന്നെ അത് മനസ്സിലായത്. എന്തായാലും നന്നായി. ഒപ്പേട്ടൻ അതൊക്കെ ഒരു വലിയ ഒരുപാട് പേരിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സംസാരിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ. ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ. സിനിമ ഒരു വലിയ വിജയമാവട്ടെ. സിനിമയ്ക്ക് പിന്നാലെയുള്ള അഭിലാഷിൻ്റെ സഞ്ചാരത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് അരൂപി എന്ന ഈ ചിത്രം. ഇതൊരു വലിയ വിജയമാവട്ടെ. ആശംസകൾ, പ്രാർത്ഥന. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.